അങ്ങനെ ചക്കക്കുരുവെല്ലാം വറുത്ത് കഴിഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെക്കുന്നതാണ് മൂത്തമ്മയും അമ്മയും. അങ്ങനെ വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞ് ആപ്പന്റെ അടുത്ത ബയ്യപ്പുറത്ത് അമ്മിയും മേലിട്ടിട്ട് 10 ഏലക്ക പൊടിച്ചിങ് എടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരത്തെ സെറ്റാക്കി വെച്ച ഉരളിൽ 1/2 കിലോ വെല്ലം എടുത്ത് ഇങ്ങോട്ട് ഇടി തുടങ്ങി. അതിനുശേഷം നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കയും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് വീണ്ടും ഇടി തുടങ്ങി മൂത്തമ്മ. അങ്ങനെ 3 പേരെയും ഒന്നാക്കിയ ശേഷം നാലാമനായ നമ്മുടെ തേങ്ങയെ കൂടെ ചേർത്ത് പിന്നെ പറയണോ പൂരം. അങ്ങനെ നാലാമനും സെറ്റായിട്ടുണ്ട്. ഇനി അഞ്ചാമനായ കുരുവാണ് ചേർക്കേണ്ടത്. നേരത്തെ വറുത്ത് വെച്ച കുരു ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടിപ്പോവാനോ കുറഞ്ഞു പോകാനോ പാടില്ല. അതുകൊണ്ട് കുരു കൂട്ടുകാരെ മൂത്തമ്മ എന്നാ സംഭവിച്ചേ? അത് ലേശം ലൂസായി പോയി. എന്നിട്ട് അരി വറുത്ത് പൊടിച്ച് ഇത് ചേർക്കുന്നുണ്ട്. ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അരി വറുത്തിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് അല്ലേ? വറുത്ത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചതല്ലേ? അങ്ങനെ കുരുവിന്റെ അളവ് മനസ്സിലാകാത്തത് കൊണ്ട് അരി വറുത്ത് പൊടിച്ച് വീണ്ടും ടൈറ്റ് ആക്കാനുള്ള ശ്രമത്തിലാണ് മൂത്തമ്മ. കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് മോശമൊന്നുമില്ല, വാങ്ങിയാലോ? വാങ്ങുന്നല്ല ശരി തന്നെ, രണ്ടാള് കൂടി നടി ഉണ്ടാക്കാറ്. നോക്കട്ടെ, നോക്കുന്നു. എങ്ങനെയുണ്ട് വാച്ച്? അടിപൊളി അല്ലേ? ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ്. ഇതൊരു സോഫ്റ്റ് ഉണ്ട. വൈകുന്നേരമെല്ലാം കുട്ടികൾക്കെല്ലാം സ്കൂളും വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ, വൈകുന്നേരം കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഉണ്ടയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ല മൂത്തമ്മേ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ലൈറ്റ് അടിക്കണം കേട്ടോ. ലൈറ്റ് അടിക്കണം.